ജൂൺ 21-ന് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ അതിർത്തി കടന്ന് തന്ത്രപ്രധാനമായ നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നീ ആണവ കേന്ദ്രങ്ങൾക്ക് പുറത്ത് വലിയ പ്രഹരമേൽപ്പിച്ച് പറന്നകന്നു. ഇറാന്റെ ലക്ഷ്യം അണുബോംബ് നിർമ്മാണമാണെന്നും ഇനിയും തുനിഞ്ഞാൽ ഇനിയും അടിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രസംഗിച്ചു. കൃത്യം 3 മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഇറാനിൽ പുതിയ 4 ആണവ കേന്ദ്രങ്ങൾ കൂടി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. പക്ഷേ ഇറാൻ ഒറ്റയ്ക്കല്ല, റഷ്യയാണ് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ $25 ബില്യൺ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്ന് എടുത്തു കളഞ്ഞ ഉപരോധങ്ങൾ വീണ്ടും UN അടിച്ചേൽപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ ആണവ കേന്ദ്രങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ടെഹ്റാൻ ഒരുങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നായ റഷ്യയുടെ ന്യൂക്ലിയർ ഏജൻസി റോസാറ്റമാണ് ആണവ കേന്ദ്രങ്ങൾ ഇറാനിൽ നിർമ്മിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇറാന്റെ വാർത്താ ഏജൻസിയായ IRNA കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. തെക്കൻ ഹോർമോസ്ഗൻ പ്രവിശ്യയിലെ സിരിക് എന്ന നഗരത്തിൽ 1235 ഏക്കറിലായിട്ടാണ് 4 ആണവ കേന്ദ്രങ്ങൾ പടുത്തുയർത്തുന്നത്. 3ാം തലമുറയിൽപ്പെടുന്നവയ്ക്ക് 5 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. ജൂൺ 21-ലെ അമേരിക്കൻ ആക്രമണം ഇറാൻ ഒരു പാഠമായി മുന്നിലുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാകും റഷ്യ ആണവ കേന്ദ്രങ്ങളെ ഡിസൈൻ ചെയ്യുക. അന്നത്തെ ആക്രമണത്തിന് പിന്നാലെ വാഷിംഗ്ടണിൽ നിന്ന് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വിവരം പുറത്തു വന്നിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്നത് കനത്ത ആക്രമണമാണെങ്കിലും കാര്യമായ വിനാശം സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ചോർന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇത് അമേരിക്കയിലടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും ചെറുതല്ലാത്ത ആശങ്കകളുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇറാനും ഇസ്രായേലും നേർക്കുനേർ പോരാടിയ സമയത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാണത്. അമേരിക്കയിലെ ഒരു വലിയ നഗരത്തിന്റെ വലിപ്പം മാത്രമേ ഇസ്രായേലിനുള്ളൂവെന്നും അവിടേക്കാണ് 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ പ്രഹരിച്ചതെന്നും ഇവയ്ക്ക് പകരം അണുവായുധം വഹിച്ച 2 മിസൈലുകൾ ടെൽ-അവീവിൽ പതിച്ചാൽ പിന്നെ ഈ രാജ്യമില്ലെന്നും നെതന്യാഹു അന്ന് പറഞ്ഞു വെച്ചു. അതേസമയം ഇറാനാണെങ്കിൽ നീണ്ട് പരന്നു കിടക്കുകയാണ്. ഇറാന് വലിയ പരിക്കേൽപ്പിക്കാൻ എളുപ്പത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞെന്ന് വരില്ല. ഈ സാഹചര്യത്തിലായിരുന്നു അന്ന് അമേരിക്ക നേരിട്ടിടപെട്ടത്. ഇനി റഷ്യയും ഇറാനും തമ്മിലെ കൂട്ടുകെട്ടൊന്ന് പരിശോധിക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദത്തിന് 5 നൂറ്റാണ്ടുകളുടെ ബന്ധമാണ്. അതിപ്പോഴും ഇരു രാജ്യങ്ങളും മുറിയാതെ സൂക്ഷിക്കുകയുമാണ്. റഷ്യ ഇറാന്റെ ബഹിരാകാശ നിരീക്ഷണങ്ങൾ അടക്കമുള്ള പദ്ധതികൾക്ക് സാങ്കേതിക സഹായങ്ങൾ നൽകും. കൂടാതെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ അടക്കം ആയുധങ്ങളും ഇറാന് നൽകി സഹായിക്കും. കുറഞ്ഞ ചെലവിൽ ഷോർട്ട് റേഞ്ച് മിസൈലുകളും മറ്റു ആയുധങ്ങളും നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. ഇവ റഷ്യയ്ക്ക് നിർമ്മിച്ചു നൽകുന്നതാണ് ഇറാന്റെ സംഭാവനകളിലൊന്ന്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പ്രധാന ആയുധ സപ്ലയറാണ് ഇറാൻ. എന്നാൽ ഇറാന്റെ പുതിയ നീക്കങ്ങൾക്കെതിരെ നിരവധി രാജ്യങ്ങൾ UN-ൽ ശബ്ദമുയർത്തിക്കഴിഞ്ഞു. ഇറാൻ വീണ്ടും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്നും 2015-ൽ നീക്കം ചെയ്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ വീണ്ടും ടെഹ്റാനെതിരെ ചുമത്തണമെന്നും UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. റഷ്യയും ചൈനയും ഈ നീക്കത്തിനെതിരെ ഇറാനൊപ്പം നിന്നിട്ടും ഫലമുണ്ടായില്ല. ഇതോടെ വലിയ ഉപരോധങ്ങളാണ് ഇറാനുമേൽ ചുമത്തപ്പെടുന്നത്. ആയുധോപരോധം, യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള വിലക്ക്, അണുവായുധ വാഹിനികളായ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള വിലക്ക്, ഇറാനിലെ പ്രമുഖ നേതാക്കൾക്ക് ലോകരാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്ക്, ഇറാന്റെ വിമാനങ്ങളും കപ്പലുകളും മറ്റ് രാജ്യങ്ങൾക്ക് പരിശോധിക്കാനുള്ള അധികാരം, ഇവയെല്ലാം 10 വർഷങ്ങൾക്ക് ശേഷം പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷേ റഷ്യയുമായുള്ള ആണവ കരാറുമായി മുന്നോട്ട് പോകാനാണ് ഇറാന്റെ തീരുമാനം. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ റഷ്യയും ഇറാനും പ്രത്യക്ഷമായി തന്നെ ഒരുമിച്ചിറങ്ങുകയാണ്. പരോക്ഷ പിന്തുണയുമായി ചൈനയും.